അൻസിബ അയച്ച മെസ്സേജ് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് താൻ പരാതി നൽകിയതെന്ന് ലക്ഷ്മിപ്രിയ. സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തിയെന്ന അൻസിബയുടെ ആരോപണം ശരിയല്ല. കയ്യിലുള്ള തെളിവുകളെല്ലാം പോലീസിന് കൈമാറും. പരാതിക്ക് പിന്നിൽ അജണ്ടയില്ല എന്നും ലക്ഷ്മിപ്രിയ പറയുന്നു. അൻസിബയുടെ പരാതിയിൽ ACPക്ക് മുന്നിൽ താരം മൊഴി നൽകി. ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത് നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും അവിടെ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. അത് പുള്ളിക്കാരിയുടെ വേർഷൻ അല്ലേ. എൻ്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. എൻ്റെ പിന്നിൽ ആരുമില്ല, എനിക്ക് പ്രത്യേകമായിട്ട് അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ അമ്മ സംഘടനയിലെ ഏറ്റുമുട്ടലുകളിലെ ഒരു കേസാണ് ഇത്. ലക്ഷ്മിപ്രിയ ഇപ്പോൾ പോലീസിലെത്തി മൊഴി നൽകിയോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, അമ്മ സംഘടനയിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിലാണ് ഇത് നിയമ നടപടികളിലേക്ക് കൂടി നീങ്ങുകയും ചെയ്തിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അൻസിബ മുഖ്യമന്ത്രിക്കടക്കമാണ് പരാതി നൽകിയിരുന്നത്. ആ പരാതിയിലാണ് തൃക്കാക്കര ACP ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുന്നത്. അൻസിബ ആരോപിച്ചിരുന്നത് ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച മെസ്സേജ്, ആ മെസ്സേജുമായി ബന്ധപ്പെട്ട് തന്നെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക്, വനിതാ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ DGP ഈ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറുകയും അങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് തൃക്കാക്കര ACP അന്വേഷണം നടത്തുന്നത്. ഇന്നലെ അൻസിബയെ വിളിച്ചു വരുത്തി തൃക്കാക്കര ACP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോപണ വിധേയായ ലക്ഷ്മിപ്രിയയും ഇപ്പോൾ തൃക്കാക്കര ACP ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മൊഴിയെടുപ്പിന് തൊട്ടു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് തനിക്ക് അയച്ച അനാവശ്യമായ മെസ്സേജിനെ കുറിച്ച് പലതവണ ചോദിച്ചിട്ടും അൻസിബ വിശദീകരിക്കാൻ തയ്യാറായില്ല. അൻസിബ അയച്ച മെസ്സേജ് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് പരാതി നൽകിയത്. അതായത് അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ലക്ഷ്മിപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തി തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഇന്നലെ അൻസിബ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത്തരത്തിൽ 3 മണിക്കൂറല്ല, 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡ് മാത്രമാണ് താനും അൻസിബ അടക്കമുള്ളവർ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അതിന്റെ കൃത്യമായ തെളിവുകളുണ്ട്. ഇതടക്കം തൃക്കാക്കര ACPക്ക് കൈമാറുമെന്നുള്ളതാണ് ലക്ഷ്മിപ്രിയ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ലക്ഷ്മിപ്രിയയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ആരോപണ വിധേയമായിട്ടുള്ള ആളെന്ന് പറയുന്നത് വനിതാ സ്റ്റേഷനിലെ SI രേഷ്മയാണ്. തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിലെ SI രേഷ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർ ലീവിൽ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലീവിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, അതായത് ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്ന സമയത്ത് മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി അൻസിബ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.